മഴക്കാലത്ത് എന്താ സംഭവിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. മണ്ണിടിച്ചിലുണ്ടാക്കുന്ന അപകടങ്ങൾ, പൊട്ടിവീഴുന്ന പാറകൾ, അങ്ങനെയുള്ള അപകട സാധ്യതകളും വളരെ കൂടുതലാണ് ഈ ചുരത്തിൽ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണിടിച്ചിലുണ്ടായത്. ആ ഗതാഗത തടസ്സം ഇപ്പോഴും പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. ഒരു വഴിയിലൂടെ ആദ്യം തുറന്നുകൊടുത്തു, അങ്ങനെ അത് പരിഹരിക്കാൻ തന്നെ കുറേ സമയം എടുക്കുന്നുണ്ട്. ചുരത്തിൽ വാഹനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സമയം അത്രയും നേരം ശരിക്കും പറഞ്ഞാൽ വയനാട് സ്തംഭിച്ചു പോവുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ ചുരത്തിൽ കുരുങ്ങി ജീവൻ പൊലിഞ്ഞ വയനാടുകാർ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് വാർത്തകളിൽ പലവട്ടം. എയർപോർട്ട്, ഇന്റർവ്യൂ, പരീക്ഷ, വിവാഹം തുടങ്ങി അടിയന്തരമായി പെട്ടെന്ന് സമയത്തെത്തിച്ചേരേണ്ട കാര്യങ്ങൾക്കായിട്ടുള്ള യാത്രക്കാർ, വിനോദസഞ്ചാരികൾ ഇവരൊക്കെ ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് ശ്വാസം മുട്ടി നിൽക്കേണ്ടി വരുന്നത് മണിക്കൂറുകളും ദിവസങ്ങളുമാണ്. അത് അവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എത്രയായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമ്മളത് കണ്ടതും കേട്ടതുമാണ്. അതായത് അത് തുടരുകയാണ്. ഈ ദുരവസ്ഥയ്ക്കൊക്കെ ഒരു ബദൽ വേണമെന്നുള്ള ആവശ്യത്തിന്, അഥവാ താമരശ്ശേരി ചുരത്തിന് ഒരു ബദൽ പാത വേണമെന്ന വയനാടുകാരുടെ മുറവിളിക്ക് എത്രയാ പഴക്കമെന്നറിയോ? 1/2 നൂറ്റാണ്ടാണ്. അങ്ങനെ ഒരു ബദൽ ഒരുങ്ങിയാൽ കോഴിക്കോടിനും വയനാടിനുമിടയിൽ യാത്ര എളുപ്പമാകും. അത് മാത്രമല്ല, വിഴിഞ്ഞം, വല്ലാർപാടം തുറമുഖങ്ങളെ ബംഗളൂരുവുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാന പാതയായി അത് മാറുകയും ചെയ്യും. ബംഗളൂരു, മൈസൂരു, കൊച്ചി വ്യവസായ ഇടനാഴിയിലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവായി അത് മാറുമെന്ന കാര്യം കൂടിയുണ്ട്. ഒപ്പം നമ്മുടെ വിനോദസഞ്ചാര മേഖല അത് കുതിക്കണ്ടേ? ഇങ്ങനെ ചുരത്തിൽ കെട്ടിക്കിടന്നാൽ മതിയോ? അവിടെയും കുതിപ്പുണ്ടാവും.